ഇതുപോലെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്. അടിപൊളിയാണ്. അതേപോലെ ഈസിയാണ്. കൂട്ടുകാരെ, സെലംബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഏത്തപ്പഴം വെച്ചൊരു സ്നാക്സ് നോക്കാം. ഏത്തപ്പഴവും പിന്നെ റവമാവും കൂടെ ചേർത്ത് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ആവിയിൽ വേവിച്ച് എടുക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു ചായക്കടിയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഈ ഏത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തൊന്ന് വഴട്ടിയെടുക്കുക. ഒരു 1.5 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തത്. ഒരു ഏത്തപ്പഴം പിന്നെ ഒന്നിൻ്റെ പകുതിയാണ് എടുത്തത്. ഇതിവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 2 ഗ്ലാസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ശകല നെയ്യൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3 ഏലക്കയുടെ കുരു ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഒരു നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. മീനങ്ങടുത്ത് കൂട്ടണം. അപ്പോഴും നമ്മുടെ മാവ് കണ്ടല്ല നല്ലതുപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോഴും ഏകദേശം ഇത് തന്നെ മതിയാകും. ഇതേപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ല ടൈറ്റ് ആക്കി എടുക്കണം. ഓക്കെ, ഇത് തന്നെ മതിയാവും. നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഉണ്ടല്ലോ. ഇനി തീ ഓഫ് ചെയ്യാം. ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബനാന ചേർത്ത് കൊടുക്കുക. ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുക. കണ്ടല്ലേ. ഇതിലേക്ക് ഇനി ശകലം ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനത് ഫ്രൈ ഒന്നും ചെയ്തില്ല. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച ആ മാവ് ചേർത്ത് കൊടുക്കാം. അപ്പൊ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതേപോലെ മാവ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നിരപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ നമ്മുടെ സ്നാക്സ്, അടിപൊളി. നല്ല പോലെ ഇതുപോലെ നിരത്തി കൊടുക്കണം. അപ്പൊ ഞാൻ ചൂടോടുകൂടി തന്നെ ആണല്ലോ, എൻ്റെ കൈയൊക്കെ ചുമന്നിരിക്കുന്നു. ഞാൻ ചൂടോടുകൂടി തന്നെ ഓക്കെ. ഇവിടെ ഒരു ഇഡ്ഡലി കുട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അതിലേക്ക് വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്, ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു കൊടുക്കുക. നമ്മുടെ സ്നാക്സ് ഇവിടെ വെന്തോ നോക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്, ഉണ്ടല്ലേ. നമ്മുടെ സ്നാക്സ് കണ്ടല്ലേ. അതിന്റെ ചുറ്റും ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കണം. അടിപൊളി. സ്നാക്സ് കണ്ടല്ലോ, സൂപ്പർ. വളരെ ഈസിയും വളരെ ഹെൽത്തിയുമാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. സൂപ്പർ. ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പർ ഉണ്ടല്ലേ, അടിപൊളി. ആ സ്പോഞ്ച് രസമല്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ഉണ്ടല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.